ഫ്രണ്ട്സ്, ഞാൻ ഒന്ന് സ്റ്റുഡിയോ പോയിട്ടാ. അപ്പോൾ ഇതിനൊരു നമുക്കൊന്ന് രണ്ട് സാധനം നോക്കാനുണ്ട്. രണ്ട് മൂന്ന് സാധനങ്ങൾ നോക്കാനുണ്ട്. ഒന്ന് ചെറിയ ബാഗ്, പോക്കറ്റ് ബാഗ്. പോക്കറ്റ് ബാഗാ? സാധാ ചെറിയ ബാഗില്ലേ, ചെറിയ ബാഗ് നോക്കണം. ഇങ്ങനെ ക്രോസ് ആയിട്ടിരുന്ന ചെറിയ ബാഗെല്ലാം അടക്കണ്ടില്ല. രണ്ട് മൂന്ന് ടൈപ്പ് ബാഗ് ഉണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാലും കുറച്ച് ദിവസം മുമ്പ് പോയാലും. അപ്പോൾ അത് നോക്കണം. ചെറിയ ചിലവ് 200, 300 റുപ്യ, 400 റുപ്യ ആ റേഞ്ചൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബാഗ് നോക്കണം. കാരണം വെച്ചാൽ ഞാൻ നാളെ ചെറിയൊരു ട്രിപ്പ് പോകുന്നുണ്ട്. ഒന്നുമില്ല, വയനാട്ടിലേക്ക്. അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം ഞാൻ വയനാട്ടിലേക്ക് പോവുകയാണ്. നാളെ എനിക്ക് ഇറങ്ങിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ എനിക്ക് ചെറിയൊരു ബാഗ് വേണം. സാധാ വലിയ ബാഗല്ല, ചെറിയ സംഭവം മനസ്സിലായില്ലേ, ചെറിയ ചെറിയ നമുക്ക് ഈ ക്യാമറയും അതുപോലെ നമ്മളെ ഫോണിലിടാൻ പറ്റുന്ന ബാഗിൽ അതൊന്ന് നോക്കണം. പിന്നെ അവിടെ എന്താ പുതിയ ഐറ്റംസ് എന്താ വന്നിട്ട് നോക്കാം. പാൻറ്റും ഷർട്ടെല്ലാം നമുക്ക് പുതിയ ഐറ്റംസ് വന്നിട്ട് നോക്കാം. ഇപ്പോൾ സമയം ഇപ്പോൾ രാത്രി 8 മണിയാട്ടോ. സമയം കറക്റ്റ് എന്താ വരിക? ഇപ്പോൾ 8:10. 8:10. 9 മണിക്ക് പൂട്ടു സ്റ്റുഡിയോ. 9 മണിക്ക് പൂട്ടുമല്ല, ഇപ്പോൾ 8:10. വേമിടാം. അപ്പോൾ തഫീനും ഇറങ്ങിയിട്ടുണ്ട്. അവരും കൂടെ കൂട്ടായതല്ലോ. ഞാൻ പോകുന്നത് പറഞ്ഞാൽ അവരിറങ്ങി. ഓക്കെ. അപ്പം ഇന്ന് വേമ്പിടാം കേട്ടോ. വേറൊന്നും വിശേഷം? ഇന്ന് അടി പോയിട്ടൊന്നുമില്ല. ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ടായി. മിന്നാന്ന് ഫോട്ടോഗ്രാഫി വർക്കണേ, വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിൻ്റെ ഇതെല്ലാം ചെയ്യാനുണ്ടായിരുന്നു. എന്താ പറയുക, കറക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു. അതായത് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് വർക്ക് കൊടുത്ത് 2 ദിവസം കൊണ്ട് തന്നെ ഫോട്ടോസ് കൊടുക്കും കേട്ടോ. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഏകദേശം ഫോട്ടോസെല്ലാം കൊടുക്കും. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഫോട്ടോസ് കൊടുക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ വെഡ്ഡിങ് വർക്ക് ഉണ്ടെങ്കിൽ ഏൽപ്പിക്കാം കേട്ടോ. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി. ഓക്കെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, പുതിയ പേജ് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ അഷ്റഫ് കണ്ണൂർ ഫോട്ടോഗ്രാഫി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടോ. എൻ്റെ ഫോട്ടോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ വർക്ക് ഏൽപ്പിക്ക്. അടിപൊളി വർക്ക് ചെയ്ത് തരാം. നല്ല സൂപ്പർ വർക്ക് ചെയ്ത് തരും. പോവാന്നോ? പോവാം. ഇരുന്ന് വിടാം. ഓക്കെ. ഫ്ലിക്കറിങ്. നമ്മളങ്ങനെ പയ്യനൂരെത്തി കേട്ടോ. സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോ ഇനോ കയറിയിട്ട് നോക്കട്ടെ. ഓക്കെ. അങ്ങനെ സ്റ്റുഡിയോയിലെത്തി നമ്മൾ കയറുകയാണ്, മുകളിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് എനിക്ക് ബാഗ് നോക്കട്ടെ. ബാഗ് മസ്റ്റായിട്ട് വേണം. പിന്നെ ഇതാ നമ്മൾ മുകളിലെത്തി കേട്ടോ. ഓക്കെ. ജെൻസിൻ്റെ സെക്ഷൻ എത്തി. പാൻറ്റെല്ലാം കണ്ടോ? ജാക്കറ്റ്. തണുപ്പിന് ഇടുന്നത്. ഇതാ പാൻറ്റ്. ഇതാ ഇതിൻ്റെ ബ്ലൂ ആൻഡ് എടുത്തിട്ടുണ്ട്. നല്ല രസമുള്ള പാൻറ്റ് കേട്ടോ. പാൻറ്റിൻ്റെ ബ്ലൂ ആൻഡ് എടുത്തിട്ടുണ്ട്. എന്താ ഇതെടുത്താലോ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ട് തഫി? ഇതെടുത്താലോ? സമയം എന്താ ആയെന്നറിയാം? സമയം 8:44. 8:44. 9 മണിക്ക് കറക്റ്റ് ക്ലോസ് ചെയ്യും. എനിക്ക് ഇട്ട് വെക്കാൻ വരെ പാൻറ്റൊന്നും ഇട്ട് വെക്കാൻ വരെ സമയം ഉണ്ടാവില്ല. 9 മണിക്ക് ക്ലോസ് ആവും. ഇപ്പോൾ പാൻറ്റ് എടുക്കൽ നടക്കില്ല. നമുക്ക് ആ ബാഗ് നോക്കാലപ്പാ. ഇപ്പോൾ പാൻറ്റ് ഇട്ട് വെക്കാനൊന്നും സമയം ഉണ്ടാവില്ല. ഒന്നും ടൈം ഉണ്ടാവില്ല. ബാഗ് നോക്കാം. ഇതാ ബാഗ്. ഇത് പുതിയതാട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു സാധനം പുതിയ കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഈ സാധനം എങ്ങനെ ഉണ്ട്? ചെറിയ സാധനം കേട്ടോ. ഇതുണ്ടോ? ഇതെങ്ങനെയുണ്ട്? ഇതും മൊബൈലും ചാർജറും. എനിക്ക് മെയിനായിട്ട് ക്യാമറ, അതുപോലെ പവർ ബാങ്ക്, പിന്നെ ക്യാമറയുടെ ചാർജർ അതെല്ലാം ഇടാൻ വേണ്ടിയില്ല. പക്ഷെ ഇതെന്തിനാണ് യൂസ് ചെയ്യല്? ചെറിയത് എന്തിനാണ് യൂസ് ചെയ്യല്? എന്തിനാമോ? ഇത് പാൻറ്റിന് ഇങ്ങനെ കൊളുത്തുന്ന കേട്ടോ. കണ്ടോ? കൊളുത്തുന്ന ടൈപ്പ്. കാണാൻ നല്ല രസമുണ്ട്. ചെറിയതായതുകൊണ്ട് അതിൻ്റെ കുറച്ച് പീസ് ഇതാ. അതിൻ്റെ ഈ കളർ എങ്ങനെ ഉണ്ട്? ഇതാ ഈ ചെറുത്. ഈ കളർ എടുത്താട്ടാ മതി. എത്ര റേറ്റ്? 199. ഇപ്പടി എനിക്ക് ഈ പാൻറ്റ് എടുക്കണമെന്നുണ്ട്. ബട്ട് സമയമില്ല. 9 മണിയായി. ഇതേണ്ട ഇതിൻ്റെ ബ്ലൂ ആൻഡ് എടുത്തിട്ടുണ്ട്. കുറച്ചായി ഉപയോഗിക്കുന്നത്. ബ്ലൂവിനാണ് ഇടുന്നെടുത്തിന്. ഇതിനത്ര റേറ്റ് 899. 899 റുപ്യ. വേണ്ട. കാപ്പി ഞാൻ അന്നേ കണ്ടിട്ട് എടുക്കണമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതാ പെന്നുണ്ട. നമ്മങ്ങനെ നേരെ താഴേക്ക് വന്നു. അതായത് ഫസ്റ്റ് ഫ്ലോർ. ഇനുവിനെ നോക്കാൻ വെച്ച് സമയമില്ല. അതാ പ്രശ്നമുണ്ടല്ലേ. ഇതെങ്ങനെ ഇട്ടത്? ഇതാ രസമുണ്ട്. ഇത് പാർട്ടി വേറെ അല്ല. ഇതിന് പാൻറ്റൊന്നും ഇല്ലടേ. ഇതിങ്ങനെ ഫ്രീ ആയിട്ട്. അത് നല്ല രസമുണ്ട് കേട്ടോ. അത് എടുക്ക്. ബേ വെച്ചോക്ക്. അതന്നെ വലുതാ. എടുക്ക്. എന്നിട്ടാ വെച്ചോക്കിയേ. സമയമില്ല. അതാ പ്രശ്നം. 9 മണിയായി. വെച്ചോക്കിയേ. അത് ചെറുതാ. അതിൻ്റെ വലുതെടുക്ക്. അതിൻ്റെ വലുത് നോക്കി. ഫ്രണ്ട്സ് ബില്ലടച്ച്
199. അപ്പം ഞാൻ പറഞ്ഞ ആയില്ലേ, ക്ലോസ് ചെയ്യാനായില്ലേ, 9 മണിയായില്ലേ. 9 മണി മാറ്റി 10 മണിയായി. 10 മണി വരെ ഉണ്ട് പോലും. 10 മണി വരെ ഉണ്ട്. പോവാ ഇവിടുന്ന് വിടാം കേട്ടോ. അമ്മ ഇറങ്ങി. കയറിക്കോ. ഇതിന് മുമ്പിലിരിക്കുന്നത് ബേക്കിലാ? ആ, ഉറങ്ങല്ലേ? ഉറങ്ങൂലല്ലേ? ആ, എയർബെൻഡ് ഉണ്ട്. ബാ കയറി ഒരു മിനിറ്റ് ബേക്ക് എടുക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് പോട്ടോ. നമ്മൾ പിലാത്തിലെത്തി കേട്ടോ. അത് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് കയറി. ആ, മന്തി നല്ല ചൂടുള്ള മന്തി. എടുത്തോ ഇത് വിട്. അങ്ങനെ പിലാത്തറ ക്യാറ്റ് പിലാത്തറ തിരുമ്പ് വെച്ച് വിടാം. ഫുഡ് കഴിക്കാൻ വിടാം. ഫുഡ് കഴിച്ചിട്ട് വാങ്ങിക്കാം. പുക പോകുന്നു. അത് കുറച്ചുകൂടി ആ, അമ്മ ഇവിടുന്ന് മുമ്പ് ഒരു വട്ടം കഴിച്ചു കേട്ടോ. ഇതുപോലെ പയ്യന്നൂരിൽ വരുമ്പോൾ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായി. മോശമില്ല, നല്ല റൈസ് കിട്ടും. കഴിച്ചോക്കട്ടെ. എനിക്ക് ഇവിടുത്തെ റൈസ് ഇഷ്ടമാണ്. നല്ല പോക പോകുന്നു. നല്ല ചോറ്, നല്ല ചൂട്. കേട്ടോ, ചോറ് അങ്ങോട്ട് വെച്ചോടി. പീസുണ്ടോ? പീസ് അല്ല, ആ ചൂട് സാധനം. ഓക്കെ, നൈസാട്ടോ. ഷവായി മന്തി. ബീഫിൻ്റെ ഉണ്ട് പറഞ്ഞു. ബീഫിൻ്റെ എല്ലാം ഉണ്ട്. ആൾക്കാരുണ്ട്, നല്ല ആളാണ് ഇവിടെ. എനിക്ക് ചോറ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ എടുത്തിട്ടാ മയോണീസ് കൂട്ടട്ടെ. മയോണീസ് ഇട്ടിട്ട് ചോറിൽ മിക്സ് ചെയ്തിട്ട് പറയാം. ഞാൻ എടുത്തിട്ടാ രസമുണ്ടോ? രസമല്ലേ? ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ, പിലാത്തറ വൈകിട്ട് ബെസ്റ്റ്. ഇന്ന് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. വൈകുന്നേരം ചായ കുടിച്ചേ. ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. ചോറൊന്നും ഇല്ല. അപ്പോൾ കഴിക്കട്ടെ. ഒരു മൊജിറ്റോ പറഞ്ഞു. മൊജിറ്റോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോ. ഫാഷൻ ഫ്രൂട്ട് അതാ ഉണ്ട്. റെഡി കഴിച്ചു. മോശമില്ല കേട്ടോ, നൈസാണ്. നമ്മൾ നെരുമ്പൂർ എത്തി കേട്ടോ. ഫുഡിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയാം? 460 രൂപ. 80 രൂപ വെച്ചിട്ട് വന്നി. അപ്പം 350 അല്ലേ? 350 രൂപ. ഏത് ഷവായി മന്തിക്ക് 350, 80 രൂപ വെച്ചിട്ട് വന്നി. അങ്ങനെ 460 രൂപ കേട്ടോ. 460. ഓക്കെ, അങ്ങനെ നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി നിരമ്പുറ നിർത്തിയിട്ടുള്ള വണ്ടി. ഇപ്പോൾ 11:08 കേട്ടോ. 11:08. 11 മണി രാത്രി. പാലെടുത്ത് ഇത് രണ്ടെണ്ണം നോക്കട്ടെ. ആ 2 പേടോ എന്താ
ഇന്നത്തെ കയ്യിൽ വെച്ചു. അപ്പം ഇന്നേരം വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ, അതൊന്ന് പേടയാ ചാൻസ് പേടല്ലേ? പേട ഇങ്ങനെ പാക്കറ്റിലെല്ലാം വരാറുണ്ട്. മുമ്പെല്ലാം പാക്കറ്റിൽ വരുത്തുന്നുണ്ട്. അവരാ വീട്ടിലേക്ക് കേട്ടോ. ഓക്കെ.